ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം വിശുദ്ധ സഭാരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ച ഈ സങ്കീർത്തനം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് പല പ്രാവശ്യം നമ്മൾ ദൈവവചനം കേട്ടിട്ടുണ്ട്, പ്രബോധനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം ഞാൻ കൂടുതൽ സമയം എടുത്തതാണ്. എന്നാൽ ഞാൻ പറഞ്ഞ ഭാഗത്തൊന്നും ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ദൈവസന്നിധി ഇരുന്നപ്പോൾ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് തന്ന 2 വചനമാണ്. ആ വചനത്തിൽ നിന്ന് മാത്രം സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ അതിൻ്റെ തലക്കെട്ടൊന്ന് വായിക്കാമല്ലോ. വായിച്ച് സഹായിച്ചാട്ടെ. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടുക്കി. തനിക്ക് ചുറ്റുമുണ്ടായപ്പോൾ താൻ ഓടി ചെന്ന് പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് അബീമേലെക്കിൻ്റെ ആ രാജാവിൻ്റെ അടുത്ത്. അബീമേലെക്ക് എന്ന് പറയുമ്പോൾ ആക്കീഷ് രാജാവാണ്. അബീമേലെക്ക് എന്നുള്ളത് സ്ഥാനപ്പേരാണ്. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരെ മുഴുവനായി ഫറവോൻ എന്നൊക്കെ പറയുന്നത് പോലെ അബീമേലെക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഞാൻ ഈ ബഹ്റൈനിലും സൗദി അറേബ്യയിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബഹ്റൈനിൽ അവിടെ ഷെയ്ഖ് എന്ന് പറയും. എന്നാൽ സൗദിയിലോട്ട് വന്നപ്പോൾ ഈ രാജകുടുംബത്തിലെ ആൾക്കാരെ പറയുന്ന ഷെയ്ഖ് എന്നല്ല, അമീർ ഫാമിലി. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനപ്പേരുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്നാൽ ഇവിടെ ഈ ആഖീഷ് അബീമേലെക്കിൻ്റെ അടുത്താണ് താൻ ഓടി വന്ന് എത്തിച്ചേർന്നത്. തനിക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്നൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങൾക്ക്, ആ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാം മനസ്സിലായി ഇത് ദാവീദാണ്, നമ്മുടെ ഒരു സഹോദരനായ ഗോലിയാത്തിനെ തറ പറ്റിച്ചവനായി വന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിക്കക്കള്ളിയില്ലാതെ ദാവീദ് ഒരു ബുദ്ധിഭ്രമമൊക്കെ, ഒരു അഭിനയമൊക്കെ കാണിച്ചു കേട്ടോ. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. നമ്മൾ ഒരു പക്ഷേ ചോദിക്കും, ഇങ്ങനെ ബുദ്ധിഭ്രമം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അഭിഷക്തനല്ലേ, ദൈവ വാഗ്ദത്തം നിനക്കില്ലേ, നീ കൊട്ടാരത്തിലെ രാജാവാകുമെന്നൊക്കെ. അപ്പോൾ നിന്നെ ഇവിടെ വകവരുത്തുവാൻ അവർക്ക് കഴിയുമോ? മാനുഷികമായ നിലയിൽ മനുഷ്യനല്ലേ, ചില സമയത്ത് ഭയം വന്ന് കയറും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവിടുന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ ഇങ്ങനെയൊക്കെ ഒരു അഭിനയമൊക്കെ ചെയ്തെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രാജാവ് ആട്ടിപ്പായിച്ചു എന്നൊക്കെ നമ്മൾക്കറിയാം. അത് 2 ശമൂവേലിന്റെ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ ആ ഭാഗമൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. 21-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. 10 മുതലുള്ള വാക്യങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ദാവീദ് അവിടുന്ന് രക്ഷപ്പെട്ട് ചെന്നെത്തിയ സമയത്ത് എഴുതിയ ഒരു സങ്കീർത്തനമെന്നാണ് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് സമാനമായ ഒരു സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഈ ഏലിയാവ് കർമ്മേലിൽ ദൈവത്തിൻ്റെ തീ ഇറക്കിയവനാണ്. എന്നാൽ ഒരു ശുദ്രക്കാരി ആഹാബിൻ്റെ ഭാര്യ ഇസബേലിൻ്റെ വാക്കിന് മുൻപിൽ തലേ ദിവസത്തെ ആ വീര്യപ്രവർത്തികളെല്ലാം മറന്നിട്ട് മരിക്കാൻ ആഗ്രഹിച്ച് ഓടി ഒളിക്കുന്ന ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് മാനുഷികമായ നിലയിൽ ബലഹീനതകൾ, വിശ്വാസത്തിൻ്റെ ബലഹീനതകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുവാൻ ഭയപ്പെട്ടിട്ട് ഒക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ആ ബലഹീനതകളോ ആ വിശ്വാസത്തിൻ്റെ ആ ബലഹീനതകളൊന്നും നോക്കാതെ തൻ്റെ ദാസനെ താങ്ങി വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഇതിൻ്റെ 4-ാം വാക്യവും 9-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. ഇത് തൻ്റെ സാഹചര്യങ്ങളെ കണ്ട് ദൈവത്തോട് നിലവിളിച്ചു, അപേക്ഷിച്ചു. അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? എന്നെ വിടുവിച്ചു. അടുത്ത 9-ാം വാക്യം. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അപ്പോൾ യഹോവയുടെ വിശുദ്ധന്മാരെ, രണ്ടാമത് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അവിടെ നിലവിളിയുടെ മുൻപിൽ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചെങ്കിൽ രണ്ടാമത് പറയുന്നത് യഹോവയുടെ വിശുദ്ധന്മാർ എങ്ങനെ ചെയ്യണം, എന്താണ് അവിടെ വേണ്ടത്? അവനെ ഭയപ്പെടും. വിശുദ്ധന്മാരെ, യഹോവയെ നിങ്ങൾ ഭയപ്പെടണം.
ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുവാൻ കഴിഞ്ഞാൽ അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും ഇല്ലെന്നാണ് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പല ചിന്തകളിലൂടെ എന്നെ കൊണ്ടുപോകുവാൻ ഇടയായി. അപ്പോൾ ആരംഭമായി മാനുഷികമായൊരു ഭയം, ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. അപ്പോൾ തന്നെ ദൈവഭയം, ഇതിനെക്കുറിച്ചും കുറേ കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. മറ്റു വാക്യങ്ങളെല്ലാം നമ്മുടെ ദൈവദാസന്മാർ, ഞാൻ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ മാനുഷികമായ ഭയം എന്താണെന്നറിയാം? ഒരു കെണിയാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. അപ്പോൾ വേദപുസ്തകം പറയുന്നു, യോഹന്നാന്റെ ലേഖനത്തിലുണ്ട്, അത് തികഞ്ഞ സ്നേഹം എന്താ? ഭയത്തെ എല്ലാം പുറത്താക്കി കളയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവ സ്നേഹം ഉള്ളവന് ഭയപ്പെടുവാൻ കഴിയത്തില്ല. ദൈവത്തെ ഭയപ്പെടുന്നവന് മാത്രമേ ഈ ലോകത്തെ ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. പ്രതികൂലങ്ങളെ ഭയപ്പെടാതെ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രതികൂല സാഹചര്യങ്ങൾ അത് ഏത് രൂപത്തിലാകട്ടെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുമ്പോൾ അതിനെ സധൈര്യം നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഞാൻ പറയട്ടെ, ദൈവത്തെ ഭയപ്പെടാതെ ആരാധിക്കാനൊക്കെ കഴിയും. ആത്മലോകത്ത് വിശ്വാസികൾ അനേകര് ദൈവത്തെ ഭയമില്ലാതെ ആരാധിക്കാൻ കഴിയും. പക്ഷെ അത് യഥാർത്ഥ ആരാധനയായി തീരുകയില്ലെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ദൈവത്തെ ഭയപ്പെടുന്നവൻ പാപത്തെ കാണുമ്പോൾ അതുമായിട്ട് താലോലിച്ച്, അതുമായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്ത്, അതുമായി ഇഴുകിച്ചേരുവാൻ മടിക്കും. എന്നാൽ ദൈവത്തെ ഭയമില്ലാത്തവൻ പാപമായിട്ട് മിങ്കിൾ ചെയ്തു പോകുവാൻ താല്പര്യപ്പെടും. എന്നാൽ പാപം അല്ലെങ്കിൽ ആ പാപമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരുവൻ ആരാധിക്കാൻ കഴിയുമെങ്കിലും ദൈവപ്രസാദം ലഭിക്കുന്ന ആരാധന വെളിപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അതിന്റെ 6-ാം വാക്യത്തിലും ഇങ്ങനെ കാണുന്നുണ്ട്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും. കർത്താവ് വിടുവിക്കുകയൊക്കെ ചെയ്യും. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും. വിടുതൽ ഒരു മാനദണ്ഡമല്ല, നമ്മുടെ ഭക്തിയുടെ മാനദണ്ഡമല്ല, വിശുദ്ധിയുടെ മാനദണ്ഡമല്ല. ദൈവം പ്രാർത്ഥനയൊക്കെ കേട്ട് ദൈവം വിടുവിക്കും. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അവിടെ ദൈവമായ കർത്താവ് ആമേൻ അവനെ വിടുവിച്ചെങ്കിലും ആമേൻ, ഹല്ലേലൂയ, അതിന്റെ 4-ാം വാക്യത്തിൽ കണ്ടു, സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ആമേൻ. അതൊക്കെ ശരിയാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഒരു ദൂതുകൂടി ഇതിനകത്ത് പറയാനുണ്ട് എനിക്ക്. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവാത്മാവ് കാണിക്കുകയാണ്. ചിലപ്പോൾ തലമുറയെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ രോഗങ്ങളെക്കുറിച്ചുള്ള വേവലാതിയായിരിക്കാം, അല്ല പലവിധമായ കടഭാര ബാധ്യതകളെ കുറിച്ചുള്ളതായ വേവലാതിയായിരിക്കാം. ആ ഭയങ്ങൾ ഇന്ന് ഈ ആരാധന കഴിയുമ്പോൾ അഴിഞ്ഞു മാറാൻ പോകുകയാണ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ആ ഒരു ദൂതൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ബാക്കി ഭാഗത്തേക്ക് വരുന്നുള്ളൂ. നിന്നെ ഞെരുക്കുന്ന, നിന്നെ പ്രാണനെ ഞെരുക്കുന്ന, നിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന, നിന്റെ കണ്ണുനീര് നിന്നെ വറ്റരുതെന്ന് വെല്ലുവിളിച്ച് നിർത്തുന്ന ചില പോരുകള് ഇന്ന് ഈ ആരാധന കഴിയുമ്പോൾ അഴിഞ്ഞു മാറുമെന്ന് ആത്മാവ് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 91-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അപ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവും ഉണ്ട് കേട്ടോ. ആമേൻ. സ്തോത്രം. അതൊന്നും നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ലെന്നല്ലേ അവിടെ പറഞ്ഞത്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തെ അങ്ങ് ഭയപ്പെട്ടോണം. ദൈവത്തെ ഭയപ്പെടുന്നവൻ പാപത്തോട് വിട പറയും. പാപത്തോട് അല്ലെങ്കിൽ അശുദ്ധിയോട് വിട പറയും. അശുദ്ധിയുമായി ചെങ്ങാത്തം കൂടുന്നവന് ദൈവത്തെ ഭയപ്പെടുവാൻ കഴിയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെങ്കിൽ ബാധ ഉണ്ടായിട്ട രാത്രിയിലെ ഭയം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതെല്ലാം ഉണ്ട്. ആരോടൊക്കെ പിന്നെ ദൂത് പറയുകയാ. ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കനിവ്
നിന്റെ മേലുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. നിന്റെ കൂടാരത്തിൽ ചില ആമേൻ പരുത്തുപോക്ക്, ചില ആമേൻ പോക്കുവരവ് എന്റെ ദൈവം ഇന്ന് അഴിച്ചു മാറ്റും. ഓ, ചില സംഹാരങ്ങള്, ചില ആമേ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന, നിന്നെ രോഗമിട്ട് നിന്നെ നശിപ്പിക്കുന്ന ചില പോരുകള്, അത് ഉള്ളത് തന്നെയാ. എന്നാൽ അതിന്റെ ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന നിനക്ക് വേണ്ടി എന്റെ ദൈവം അത് അഴിച്ചു മാറ്റുകയാ. ഞാൻ ആത്മാവിൽ അത് കാണുകയാ. ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു. നിന്റെ തലമുറയോടുള്ള ചില ബന്ധനങ്ങൾ എന്റെ ദൈവം അഴിച്ചു മാറ്റുന്നു. മഹാമാരി പോലെ നശിപ്പിക്കുന്ന ചില സംഹാരങ്ങള് നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിച്ച് നിൽക്കുന്ന, വെല്ലുവിളി പോലെ നിൽക്കുന്ന ചില സംഹാരങ്ങള്, അത് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്നതാ. രാത്രിയിലെ ചില ഭയങ്ങളാ, അതൊക്കെ സംഭവിക്കുന്നതാ. എന്നാൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അതിനെ ദൈവം എടുത്തു മാറ്റുകയാ. ഈ ആരാധന നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിൽ അത് നീ കാണും. അതേ അതിൻ്റെതായ ചില ഉയർച്ചകള്, ചില വിടുതലുകള്, നിന്റെ ഭാവിയെ കുറിച്ചുള്ള ചില തടസ്സങ്ങള് എന്റെ ദൈവം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാ. ഞാൻ ആത്മാവിൽ അത് കാണുകയാ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടാ. സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സദൃശ്യവാക്യം 29-ാം വാക്യത്തില് അതിന്റെ ആമേൻ സ്തോത്രം 25-ാം വാക്യത്തിലാണ് മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. അപ്പോൾ മാനുഷികമായ ഭയങ്ങളും വരാം. ഹല്ലേലൂയ. അപ്പോൾ ശത്രുവിൻ്റെ ഭയമുണ്ട്, മാനുഷികമായ ഭയമുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതെല്ലാം ഒരു കെണിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിന് സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറയാ, ദൈവത്തെ നമ്മളങ്ങ് ഭയപ്പെട്ടോണം. ഈ ആരും കണ്ടില്ലെങ്കിലും ഇരുട്ടുപോലും അവന് മറവല്ലെന്നാ കർത്താവിൻ്റെ വചനം പറയുന്നത്. അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവനാ. ആമേൻ. അതുകൊണ്ട് ഇരുട്ടിൻ്റെ മറവിലോ അപ്പനും അമ്മയും കണ്ടില്ലെങ്കിലോ, ഹല്ലേലൂയ, അതിൻ്റെ ആ മറവിൽ കാണുന്നൊരു കണ്ണുണ്ട്. അവിടെ നീ ആമേൻ സ്തോത്രം, നീ രഹസ്യ മണ്ഡലങ്ങളിൽ നീ വിശുദ്ധിയെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, നീ ദൈവത്തെ ഭയപ്പെട്ടെങ്കിൽ മാത്രമേ നീ വിശുദ്ധിയെ മുറുകെ പിടിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ നീ വിശുദ്ധിയെ നീ അവിടെ വെച്ചൊന്നും അമ്മ മാറ്റി നിർത്തും. അവിടെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരികയില്ല. രഹസ്യ മണ്ഡലങ്ങളിൽ വിജയിക്കുന്നവന് മാത്രമേ പരസ്യ മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനത്തിൽ എന്താ വായിക്കുന്നത്? ആമേൻ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. ദൈവദാസി അടുത്ത തുണയാ, സഹോദരി അടുത്ത തുണയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ച് കലങ്ങിയാലും, പർവ്വതങ്ങൾ കുലുങ്ങിയാലും നീ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. ആമേൻ. ഈ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ കാരണം ഒന്നുകൂടെ ഉണ്ട്. 27-ാം സങ്കീർത്തനം 1-2 വാക്യം ഒന്ന് വായിച്ചേ. 27-ാം സങ്കീർത്തനം. യഹോവന്റെ വെളിച്ചവും ഇതാ കാരണം. യഹോവ എന്റെ വെളിച്ചമാ. ധൈര്യത്തോടൊന്ന് പറഞ്ഞാട്ട്, എന്റെ വെളിച്ചം എന്റെ യഹോവയാ. അടുത്തത്, ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. യഹോവ എന്റെ ജീവന്റെ ബലമാ, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. അപ്പോൾ പേടിക്കണ്ട. തികഞ്ഞ സ്നേഹം ഭയത്തെയെല്ലാം പുറത്താക്കി കളയുന്നു. ദൈവത്തിന് സ്തോത്രം. ഭയം ഒരു കെണിയാ. നിന്റെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോൾ ഭയം ദൂരെ മാറും. നിന്റെ ഉള്ളിൽ ഹല്ലേലൂയ സ്നേഹം കുറയുമ്പോൾ ഭയം അടുത്തു വരും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഭയം നിന്റെ അടുത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവ സ്നേഹത്തിന്റെ കുറവാ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കും. അവനെ സ്നേഹം അതാ. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പറയുവാൻ കഴിയും, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ ദൈവത്തെ, അത് 56-ാം സങ്കീർത്തനത്തിലേക്ക് വന്നേ. അതിന്റെ 4-ാം വാക്യോടൊന്ന് വായിച്ചേ. 56-4. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല.
ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? വിവരിക്കേണ്ട കാര്യമുണ്ടോ? ജഡത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. ആമേൻ ആമേൻ. അതിൻ്റെ 70 കഴിഞ്ഞ ദിവസം നമ്മുടെ ജിനു ജോസഫ് പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ, മോർണിംഗ് പ്രയർ പറഞ്ഞപ്പോൾ ആ വാക്യവും എടുത്തു പറഞ്ഞതാ. ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ പേടിക്കണ്ട. ഹല്ലേലൂയ. ദേഹത്തെയും ദേഹിയെയും എല്ലാം കൊന്ന് അഗ്നി നരകത്തെ തള്ളിയിടുന്നവനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അവൻ അറിയാതെ നമുക്ക് ഒന്നും സംഭവിക്കത്തില്ലെന്നാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിലുള്ള ആശ്രയം എവിടെ കുറയുന്നു അവിടെ ഭയം വരും അമ്മച്ചി. ഹല്ലേലൂയ. അപ്പച്ചാ, ദൈവത്തിൽ ആശ്രയം കുറഞ്ഞോ ഭയം ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. ഉള്ളതുപോലെ ഞാനങ്ങ് പറയും കേട്ടാ. എനിക്കൊരു മുൻവിധിയായിട്ടൊന്നും ഞാൻ ഇന്ന് വരെ പുസ്തകത്തിൻ്റെ മുൻപിൽ ഇരുന്ന് പറയാൻ ഞാൻ പറയത്തില്ല. ആരെയും ലക്ഷ്യം വെച്ച് ഞാൻ പറയത്തില്ല. എന്നെ ദൈവം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. വചനമല്ലാത്ത ഒരു കാര്യവും ഞാൻ പറയത്തില്ല. ആശ്രയം എവിടെ കുറയുമോ അവിടെ ഭയം വരും. ഏത് ഭയമാ? ദൈവഭയമല്ല ഞാൻ പറഞ്ഞേ, മാനുഷികമായ ഭയം കയറി വരും. മാനുഷികമായ ഭയം കയറി വന്ന് കഴിയുമ്പോൾ പിന്നെ എപ്പോഴും മറ്റുള്ളവരോട് പറയും, പ്രാർത്ഥിക്കുന്നത് തെറ്റെന്നല്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? അത് നല്ലതാണ്, പറയുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ വിശ്വാസത്തിൻ്റെ, ആ ദൈവഭയത്തിൻ്റെ കുറവാണ്. ഹല്ലേലൂയ. ആമേൻ. എവിടെ ചങ്കൂറ്റത്തോടെ നിൽക്കുവാൻ കഴിയും? എന്താണെന്നറിയാമോ? ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ, ആമേൻ, അവിടെ എവിടെയും ആമേൻ തലകുനിയുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ ചങ്കൂറ്റത്തോടെ നിൽക്കും. ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, എനിക്ക് ദൈവം വലിയവനാ, എനിക്ക് എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഞാനിത് വായിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം, അടിവരയിട്ട് സൂക്ഷിച്ചോണം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൽ 74-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടുമാകുന്നു. മതി. ഈ ആയുഷ്കാലം മുഴുവനും ഭയം കൂടാതെ, മനസ്സിലായോ? ഭയം കൂടാതെ ജീവിക്കുവാൻ. ആയുഷ്കാലം മുഴുവനെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ. ഭയം കൂടാതെ ജീവിക്കണമോ? അതിൻ്റെ സൊല്യൂഷനാണ് അടുത്ത ഭാഗത്ത് കാണുന്നത്. എന്താ കാണുന്നത്? വായിച്ചാട്ട്. വിശുദ്ധിയിലും നീതിയിലും തന്നെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. അതാ അതിൻ്റെ ചുരുക്കം, വേറെ ഒന്നുമല്ല. നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കണം. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോലും എന്തോ ചില സംശയങ്ങളൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. എങ്ങനെ നടന്നാലും ആരാധനയ്ക്കണം, തട്ടുപൊളിപ്പൻ ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്നാ. നീതിയോടെ ആരാധിക്കണമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധിയോടെ ആരാധിക്കണമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതില്ലാത്ത ആരാധനയല്ല. നമ്മുടെ ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ, ആ പദം ശ്രദ്ധിക്കണമേ, ഭയം കൂടാതെ തിരുമുൻപിൽ ആരാധിക്കണമെങ്കിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുന്ന ദൈവ പൈതലിന് ആ കൃപ കുറഞ്ഞു പോകുകയില്ല. അവനെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തിക്ക് പിന്നെ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പല പാപപ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്തത് എന്താണെന്നറിയാമോ? ഈ ആമേൻ സ്തോത്രം, ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. അപ്പോൾ ആരാധിക്കാൻ ആലയത്തിലൊക്കെ വരാം, എന്നാൽ അത് വിശുദ്ധിയുടെ നീതിയുടെ ആരാധനയല്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഒന്നും വെളിപ്പെടുത്തത്തില്ല ചിലപ്പോൾ. ആമേൻ. അവരവർക്കാണത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു കാലഘട്ടത്തിലൊക്കെ വെളിപ്പെടുത്തുമായിരുന്നു. ആരാധനയ്ക്ക് വന്ന് ഉപവാസത്തിനൊക്കെ വന്ന് പാപം ചെയ്തിട്ട് വന്ന ഉടനെ വിവേചിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുമായിരുന്നു. ഇന്നൊക്കെ അത് കുറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവൊക്കെയാ. അതൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളൂടെയൊക്കെയാണെന്ന് തിരുവചനം പഠിക്കുന്നവർക്കറിയാം. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം, വിശുദ്ധിയും നീതിയോടുള്ള ആരാധനയാണ് ഒരു കാലത്തും ഭയം കൂടാതെ ജീവിക്കുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ദിവസവും പലതിനെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഭയം, ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നതാണ്. ആ ഭയം ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ഭയം ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ്. അതുകൊണ്ടാണ് കയ്യിനോട് പറഞ്ഞത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാ, നീ അതിനെ കീഴ്പ്പെടുത്തണം, നീ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. പാപം ചെയ്ത ആദം ഹവ്വമാർ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ മരത്തിന്റെ ഇടയിൽ ഒളിക്കുകയാണ് ചെയ്യുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ ദാസീദാസന്മാരെ എവിടെ നിവരെ നിൽക്കും
നിൽക്കുവാൻ, നമ്മുടെ ബലമൊന്ന് ബലപ്പെട്ടിരിക്കുവാൻ, ദൈവം തന്ന നീതിയും വിശുദ്ധിയും ആരാധിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ചു. എബ്രായ ലേഖനം 12:28. ഹീബ്രു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. കണ്ടോ, ഇളകാത്ത രാജ്യം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. അത് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നീതിയോടും ഭക്തിയോടും ദൈവഭയത്തോടും ദൈവത്തെ ആരാധിക്കണം. ഈ ലോക ജീവിതം നമ്മൾ ഈ സെമിത്തേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 6 അടിയുടെ ഉണ്ട്, 5 അടിയുണ്ട്, 4 അടിയുണ്ട്, 3 അടിയുണ്ട്, 2 അടിയുടെ നീളം വരെയുള്ളത്. ഏത് സമയവും ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. എന്നാൽ ഈ നൊടി നേരത്തേക്കുള്ള നിത്യതയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ദീർഘകാലം വസിക്കുവാനുള്ള ഇടമാണ് ഏറ്റവും വലുത്. അക്കരെ നാട്ടിൽ എത്തപ്പെടണമോ, ഇളകുന്ന പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം വെന്തു പോകുന്നതായി ഭൂമിയിലുള്ള പണികളെല്ലാം. എന്നാൽ ഇളകാത്തൊരു രാജ്യമുണ്ട്, അത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. അവിടെ പോകണമോ, നീതിയോടും വിശുദ്ധിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണമെന്ന് 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങൾക്ക് അവശേഷിച്ചിരിക്കെ വായിക്കുമല്ലോ. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. ധന്യനായ പൗലോസ് ഹെബ്രായ ക്രിസ്ത്യാനികൾക്ക് ലേഖനം എഴുതുമ്പോൾ ആമേൻ സ്തോത്രം, ആമേൻ വിളിച്ചു അതേ ആത്മാവിൽ പറയുകയാ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാഗ്ദത്തങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വീട്ടിൽ പോയി അതിന് മുൻപുള്ള ഒരു അധ്യായം 6-ാം അധ്യായം പഠിച്ചാൽ മതി കേട്ടോ. ദൈവത്തെ തുള്ളിച്ചാടി മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഇതൊക്കെ നമുക്ക് ദൈവം തന്നെ വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതാകട്ടോ. അതുകൊണ്ട് നമ്മളത് പ്രാപിക്കണമെങ്കിൽ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കിയേ പറ്റത്തുള്ളൂ. ആമേൻ. നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നൊരു കർത്താവുണ്ട്. നീ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോഴും നിന്റെ വിശുദ്ധിയായിരിക്കണം. ആമേൻ. നിന്റെ ആരാധന ആമേൻ പുറത്തു പോകുമ്പോഴും അതിന്റെ ഗുണം നീ കാണിക്കണം. അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സഭാപ്രസംഗി 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതോട് വായിക്കുക. സഭാപ്രസംഗി 12:13. എല്ലാത്തിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഒന്ന് ഭയപ്പെട്ടോണേ. ആമേൻ. ബിസിനസ്സിന് ഒരല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, ഓവർ ടൈം ചെയ്തില്ലേലും കുഴപ്പമില്ല. അതൊക്കെ ദൈവം നാളെ നമുക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ ദൈവത്തെ ഭയപ്പെടണം. ആമേൻ. ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുക. എല്ലാത്തിന്റെ സാരമാ. വായിച്ചാട്ടെ. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഒരു കാര്യം നിശ്ചയമാണ്, ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ വിശുദ്ധിയോടെ ജീവിച്ചാൽ നിന്നെ ഭയപ്പെടുത്തുന്ന സകല ഭയങ്ങളും അഴിഞ്ഞങ്ങ് മാറും. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്. ദൈവത്തെ ഒന്ന് ഭയപ്പെടുവാനാണ് ദൈവാത്മാവ് വീണ്ടും നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ ആരാധനയോടുള്ള ബന്ധത്തിൽ 7-ാം അധ്യായത്തില് ഗിദെയോനോട് യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. 3-ാം വാക്യത്തിലാണ് അവിടെ പറയുന്നു. എന്താ പറയുന്നത്? ഭയവും ഭീരുത്വവും ഉള്ളവർ ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ. ഭയമുള്ളവനെ, ഭീരുത്വമുള്ളവനെ ഗിലെയാദ് പർവ്വതത്തിൽ യുദ്ധത്തിന് വേണ്ട എന്ന്. ദൈവമക്കളെ, നമ്മളൊരു യുദ്ധക്കളത്തിലാ. നമുക്കുമുണ്ട് യുദ്ധം. ഓരോ ദിവസവും നാം പിശാചിനോട് യുദ്ധം ചെയ്താണ് ജയിക്കേണ്ടത്. യുദ്ധത്തിൽ തോൽവി അടയുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. യുദ്ധമുഖത്ത് തോൽവി അടയുന്നവൻ ഹല്ലേലൂയ നിവരെ നിൽക്കുവാൻ അന്ന് കഴിയത്തില്ല. യുദ്ധത്തിൽ തോൽക്കുവാൻ ദൈവത്തെ ഭയപ്പെടാത്തവനാണ് യുദ്ധത്തിൽ തോൽക്കുവാനിടയായി തീരുന്നത്. അവിടെ പറയുന്നു, ഭയവും ഭീരുത്വമുള്ളവൻ ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. എത്രയോ ആയിരങ്ങൾ പോയി മടങ്ങിപ്പോയി. ഇന്നും വിശ്വാസ ലോകത്തിൽ അനേകർ പിന്മാറിപ്പോകുന്നതിൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, ഈ ഭയവും ഭീരുത്വവും ഒക്കെ വരുന്നത് കൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഏത് ഭയമാണ് ഞാൻ പറഞ്ഞത്? ദൈവഭയമല്ല. ആമേൻ, സ്തോത്രം. ലോക ഭയം, മറ്റ് മാനുഷിക ഭയം, മറ്റ് അനാചാരങ്ങളെക്കുറിച്ചുള്ള ഭയം, ശുദ്രത്തെക്കുറിച്ചുള്ള ഭയം, ഇതെല്ലാം എന്താ വരുന്നതെന്നറിയാമോ? ദൈവഭയമില്ല. ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം എഫ്രൈമ്യർ എന്ന് പറയുന്ന ആരായിരുന്നു? ആമേൻ. വല്യപ്പച്ചൻ്റെ കൈ പിണഞ്ഞ അനുഗ്രഹം ലഭിച്ചതാ. ആമേൻ. യോസഫിന് താല്പര്യം മനശ്ശയ്ക്ക് അനുഗ്രഹം ലഭിക്കണമെന്നായിരുന്ന. എന്നാൽ ആമേൻ, വല്യപ്പൻ പറയാം, എനിക്കറിയാം മോനെ, എങ്ങനെയോ ദൈവഹിതമാകട്ടെ. അനുഗ്രഹം പ്രാപിച്ചത് ആർക്കാണ്? എഫ്രൈമിന് അനുഗ്രഹം പ്രാപിച്ചത്. എന്നാൽ അവരത് തുടർമാനമായി കാത്തുകൊള്ളുവാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, എഫ്രൈം എന്ന് പറയുന്ന വ്യക്തി 78-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, എഫ്രൈമർ ഹല്ലേലൂയ യുദ്ധ ദിവസത്തിൽ തോറ്റുപോയി കേട്ടോ. എന്താ അനുഗ്രഹം ഇല്ലാഞ്ഞാണോ? ആമേൻ. അവർക്ക് ആമേൻ എന്തിൻ്റെ കുറവായിരുന്നു? നമുക്കറിയാം, താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ തോറ്റുപോകുവാൻ കാരണം മറ്റൊന്നുമല്ല, അവർ അനുഗ്രഹം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല. അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്, 78-ന്റെ 10-ാം വാക്യം, 9-ഉം 10-ഉം വായിച്ചു. ആയുധം ധരിച്ച വില്ലാളി വീരന്മാരായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അടുത്തത്, അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല. അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. ഇതാ കാര്യം കേട്ടോ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അനുഗ്രഹം ലഭിച്ചതാ. ഞാൻ പെന്തക്കോസ്തിൽ ജീവിച്ചു വളർന്നവനാ. എൻ്റെ ഇന്നാരൊക്കെ പാസ്റ്ററാ, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ തലേ കൈവച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ചതാ, ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ അനുഗ്രഹിച്ചതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഗ്രഹം നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞ പാസ്റ്ററെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനാ. പക്ഷെ വാഗ്ദത്തം അനുസരിച്ച് നീ നിൽക്കണം. നിന്നില്ല എങ്കിൽ അനുഗ്രഹം തട്ടിപ്പോകും. ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ വചനം പ്രമാണിക്കാതിരുന്നുകൊണ്ട് ആയുധമൊക്കെ ഉണ്ട്, അതൊക്കെ ധരിച്ചതാ. എന്നാൽ യുദ്ധ ദിവസത്തിൽ അവർ തോറ്റുപോയി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ, ഈ ലോകത്തെ ഭയപ്പെടുവാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ അവർക്ക് ഭയപ്പെടാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. പത്രോസ് ദൈവത്തിൻ്റെ സന്തത സഹചാരിയാ. പത്രോസ് ആമേൻ, കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ തനിക്ക് ഒരു മോഹം, ഒന്ന് നടന്നു വരണം. വാ പത്രോസ്, വരിക. വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കുകയാ. സ്റ്റെപ്പെടുത്ത് പോയപ്പോൾ ഇടത്ത് കാറ്റ്, വലത്ത് പെരുങ്കാറ്റ്, തിരമാല കണ്ട് അതിനെ നോക്കിയപ്പോൾ താൻ ഭയപ്പെട്ടു പോയി, താഴാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, വിശ്വാസത്തിന് വേണ്ടി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച നീ മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നീ ഇവരെ നോക്കി നിന്റെ ആരാധന കുറച്ചാൽ, ഇവരിങ്ങനെ അവരെന്നോട് മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് നിന്റെ ആരാധന കുറച്ചു കഴിഞ്ഞാൽ നീ താഴാൻ തുടങ്ങും. എന്നാൽ കരുണാമയനായ ദൈവം അവരെ പൊക്കിയെടുത്തവരെ അവനോടുള്ള വിശ്വസ്തതയാ എന്നും പൊക്കിയെടുക്കണമെന്നില്ല. പത്രോസേ, നിന്റെ പ്രത്യേക ബലഹീന അവസ്ഥയിൽ ദൈവം നിന്നോട് കരുണ തോന്നിയെങ്കിൽ, നിന്നെ താങ്ങിയെങ്കിൽ നീ മനസ്സിലാക്കണം, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ വഴിയിൽ വിട്ടേച്ച് പോകുന്നവനല്ല. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഭയവും ഭീരുത്വമുള്ളവർ ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ. ഭയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തില്ല. ദൈവ ഭയമാണ് ഏത് വലുത്. ഹല്ലേലൂയ. ദാവീദ് തന്റെ ബലഹീന സാഹചര്യങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചു. എന്നാൽ ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയെങ്കിൽ, തന്നെ വിടുവിച്ചെങ്കിൽ, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അതിന്റെ 17-ാം വാക്യത്തിലും കാണുന്നു, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് നമ്മളെ വഴിയിൽ വിട്ടേച്ചു പോകുന്നവനല്ല. കർത്താവ് ലൂക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. എത്ര
ഹല്ലേലൂയ, നമുക്ക് സന്തോഷം തരുന്ന, ആശ്വാസം തരുന്ന വാക്കുകളല്ലേ? ലോകാവസാനത്തോളം കൂടെയുള്ളവൻ. ഹല്ലേലൂയ. ആമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞവൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നവനാ. നിന്റെ മാമേൻ ആ ഭാവിക്ക് വേണ്ടി കരുതുന്നവനാ. നീ കണ്ണുനീരോട് എന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് നിന്നോട് പോരടിച്ച് അതേ നടക്കുകയില്ല എന്ന് പിശാച് വാദിക്കുമ്പോൾ നീ തിരിച്ചറിയണം, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, വഴിയിൽ വിട്ടു പോകുന്നവനല്ല, എനിക്ക് വേണ്ടി കരുതുന്നവനാ. അവൻ എന്നെ നടത്തുവാൻ ശക്തനാ, എന്റെ തലമുറയെ നടത്തുവാൻ ശക്തനാ. അതുകൊണ്ട് ദൈവമേ, അങ്ങയ്ക്ക് ഭംഗം വരുന്ന, അങ്ങയ്ക്ക് വിശുദ്ധിക്ക് ഭംഗം വരുന്ന, നീതിയോടെ ആരാധിക്കുവാനുള്ള വിഘ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, എന്നെ ഇതാ സമർപ്പിക്കുന്നു, എന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അതിൽ നിന്നൊരു വിടുതൽ എനിക്ക് തരണം. അങ്ങേ നേരാം വണ്ണം ഒന്ന് ആരാധിക്കണം. മനുഷ്യന്റെ മുഖത്ത് നോക്കി എൻ്റെ ആരാധന കുറയ്ക്കുവാൻ എനിക്ക് കഴിയത്തില്ല. ദൈവവാഗ്ദത്തം അങ്ങനെയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നമുക്ക് നോക്കാം. വിളിച്ചവൻ വിശ്വസ്തനാ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.